ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി ട്രീയുടെ ലിങ്കഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഓൾറെഡി അറേ റെപ്രസെൻറ്റേഷൻ നോക്കിയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിങ്കഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസ് ആണ്. അപ്പം ലിങ്കഡ് ലിസ്റ്റിനെ നമുക്കൊരു അറേ ഉപയോഗിച്ചോ അതുപോലെ തന്നെ ലിങ്കഡ് ലിസ്റ്റ് ഉപയോഗിച്ചോ റെപ്രസെൻറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്കഡ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ബൈനറി ട്രീനെ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നോഡുകളാണ്. അപ്പം ഈ ഒരു ലിങ്കഡ് ലിസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ 3 ഫീൽഡ്സ് വെച്ചിട്ടാണ് ലിങ്കഡ് ലിസ്റ്റിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യിക്കുന്നത്. 3 ഫീൽഡ് വരും: ഡേറ്റ, ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. അങ്ങനെ 3 ഫീൽഡ്സ് ആയിരിക്കും ഒരു നോഡിൻ്റെ നമ്മൾ എടുക്കുന്നത്. ഡേറ്റ ഫീൽഡിലായിരിക്കും ആ നോഡിൽ എന്ത് വാല്യൂ ആണോ ഹോൾഡ് ചെയ്യുന്നത് അത് നമ്മുടെ ഡേറ്റ ഫീൽഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ഫീൽഡിലും, അതുപോലെ തന്നെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ലിങ്ക് ഫീൽഡിലുമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഡേറ്റ, ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. അങ്ങനെയായിരിക്കും നമ്മൾ ലിങ്കഡ് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യിക്കുന്നത്. ദെൻ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ബാക്കിയുള്ള നോട്ട്സിനെയും നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷനാണ്. സ്ട്രക്ട് നോഡ്, ക്യാർ ഡേറ്റ, നോഡ് സ്റ്റാർ ലെഫ്റ്റ് എൽ ചൈൽഡ്, നോഡ് സ്റ്റാർ റൈറ്റ് ചൈൽഡ്, ടൈപ്പ് ഡെഫ് സ്ട്രക്ട് നോഡ്. ഇവിടെ ഈ സ്ട്രക്ട് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ C++ൻ്റെ കൺസെപ്റ്റായി. ഓക്കെ, ഇനി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ബൈനറി ട്രീനെ കൺസിഡർ ചെയ്യുക. ABCDEF അങ്ങനെ എത്ര നോട്ട്സ് ഉണ്ട് ഇതിൽ? 6 നോട്ട്സ് ഉള്ള ഒരു ബൈനറി ട്രീയുടെ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇതിനെ ലിങ്കഡ് ലിസ്റ്റിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യിക്കാമെന്നാണ് പറയുന്നത്. നടുക്ക് A വരും, അതായത് ഡേറ്റയായ ആ നോഡിലത്തെ ഡേറ്റയായ A നടുക്ക് വരും. ദെൻ ലെഫ്റ്റ് ചൈൽഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലിങ്ക് പാർട്ടും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് പോകാനായിട്ട് റൈറ്റ് സൈഡിലെ ലിങ്ക് പാർട്ടും യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യും. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുമ്പം ലീഫ് നോട്ട്സ് അല്ലെങ്കിൽ ടെർമിനൽ നോട്ട്സിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? അത് നൾ ഫീൽഡിനെയാണ്. ടെർമിനൽ നോട്ട്സ് ഏതൊക്കെയാണ്? DEFG. അതാണ് ടെർമിനൽ നോട്ട്സ് ഇവിടുത്തെ. അതിലെല്ലാം അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും നള്ളായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ ചില ആപ്ലിക്കേഷൻസ് ഫാദറിനെ അല്ലെങ്കിൽ പേരൻസിനെ നെസസറിലി നമ്മൾ ഒരു ഫീൽഡായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസ് വരുമ്പോഴത്തേക്കും ബൈനറി ട്രീനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ള ഫോർമാറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബൈനറി ട്രീക്ക് ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ഒരു ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലൊരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കില്ല. ആ റൂട്ട് നോഡിൽ നിന്നാണല്ലോ ബാക്കിയുള്ള പാർട്സൊക്കെ വരുന്നത്. റൂട്ട് നോഡും ഉണ്ടായിരിക്കും, ടെർമിനൽ നോട്ട്സും ഉണ്ടായിരിക്കും, നോൺ ടെർമിനൽ നോട്ട്സും ഉണ്ടായിരിക്കും. നോൺ ടെർമിനൽ നോട്ട്സ് ഏറ്റവും ലാസ്റ്റ് വരുന്ന നോട്ട്സ്, അതായത് ലീഫ് നോട്ട്സ്. പിന്നെ അതിൽ നിന്ന് എന്തുണ്ടാവത്തില്ല? ചൈൽഡുകളില്ല. നോൺ ടെർമിനൽ നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് വരുന്ന ബിറ്റ്വീൻ ആയിട്ട് വരുന്ന നോട്ട്സിലെ റൂട്ടിൻ്റെയും ഈ ലീഫ് നോട്ട്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന നോട്ട്സുകളാണ് നോൺ ടെർമിനൽ നോട്ട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ടെർമിനൽ നോട്ട്സിന് ഒരു ലെഫ്റ്റ് ചൈൽഡും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു റൈറ്റ് ചൈൽഡും ഉണ്ടായിരിക്കും. ദെൻ നോൺ ടെർമിനൽ നോട്ട്സിന് ചൈൽഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെർമിനൽ നോട്ട്സിന് ചൈൽഡ്, ലെഫ്റ്റ് ചൈൽഡോ റൈറ്റ് ചൈൽഡോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. സോ അവരുടെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും നള്ളായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഈ നോൺ ടെർമിനൽ നോട്ട്സ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന നോട്ട്സ് അല്ലെങ്കിൽ ലീഫ് നോട്ട്സ്, ഈ ലീഫ് നോട്ട്സ് അല്ല, നോൺ ലീഫ് നോട്ട്സ് ഇടയ്ക്ക് വരുന്നത് ഏറ്റവും ചൈൽഡ് ഉള്ള നോട്ട്സ്, അതാണ് നോൺ ടെർമിനൽ നോട്ട്സ്. ഈ നോൺ ടെർമിനൽ നോട്ട്സിനെ നമ്മൾ ഇൻറ്റേർണൽ നോട്ട്സ് എന്നും, അതുപോലെ തന്നെ ടെർമിനൽ നോട്ട്സ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണല്ലോ ടെർമിനൽ നോട്ട്സ്, അതായത് ടെർമിനേറ്റ് ചെയ്യുകയാണ്. ആ ടെർമിനൽ നോട്ട്സിനെ നമ്മൾ എക്സ്റ്റേർണൽ നോട്ട്സ് എന്നുമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഒരു യൂസറിന് 2 സെറ്റ് ഓഫ് നോട്ട്സ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ നോട്ട്സും ഉണ്ട്, എക്സ്റ്റേർണൽ നോട്ട്സും ഉണ്ട്.